യെസ്, ചാപ്റ്റർ നമ്പർ 7 കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വരാവുന്ന എല്ലാ കാര്യങ്ങളും ഒരൊറ്റ സെക്ഷനിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നോക്കാം. ചാപ്റ്റർ 7 കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? 3 പാർട്ടാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ബ്രാഞ്ചിങ് ഓർ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്, സെക്കൻഡ് വൺ ഈസ് ലൂപ്പിംഗ് ഓർ ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, തേർഡ് വൺ ഈസ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്. എന്താ ഇതിൽ നമ്പർ ഇട്ടിട്ടുണ്ട്? 5, 3, 5. എന്താ 5 എന്ന് പറഞ്ഞാൽ 5 എലമെൻറ്റ്സ് ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ട. സത്യം 5 അല്ല 6 ഉണ്ട്. ഈഫ് ഉണ്ട്, എല്ലാവർക്കും അറിയുന്നതാണ്. രണ്ടാമത്തെ സെക്ഷനാണ് ഈഫ് എൽസ്. മൂന്നാമത്തെ സെക്ഷനാണ് എൽസ് ഈഫ് ലാഡർ, ഒരുപാട് ഓപ്ഷൻസ്. നാലാമത്തെ സെക്ഷനാണ് നെസ്റ്റഡ് ഈഫ്. അഞ്ചാമത്തതാണ് സ്വിച്ച്. സത്യത്തിൽ ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് വരിക. അത് ഈഫ് എൽസ് നെസ്റ്റഡ് ഈഫ് പറയാറില്ല, അതെങ്കിൽ കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഇത്രയും സാധനമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ലൂപ്പിൻ്റെ കേസിലാണെങ്കിൽ 3 ടൈപ്പ് ലൂപ്പാണ്: ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ് ആൻഡ് ഫൈനലി ഡു വൈൽ ലൂപ്പ്. എല്ലാവർക്കും അറിയുന്നുണ്ടോ? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകും. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്, കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്, സ്മോൾ ലെറ്ററിൽ എഴുതണേ, ഗോ ടു, റിട്ടേൺ ആൻഡ് ഫൈനലി എക്സിറ്റ് ഫങ്ഷൻ. അപ്പോൾ ഇത്രയും സാധനം ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സുമാണ്. നമുക്ക് നോക്കാം ബ്രാഞ്ചിങ് ഓർ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സത്തെ കാര്യങ്ങൾ. ബ്രാഞ്ചിങ് ഓർ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് 4 കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്ത്. ഈഫാണ്. ഈഫ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ മാത്രം ഉള്ളെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഈഫ് എന്ന് പറയും. 2 ഓപ്ഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ വരികയാണെങ്കിൽ കണ്ടീഷൻ. കണ്ടോ? ശരിയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1, തെറ്റാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2. 2 ഓപ്ഷൻസ് വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്താ? ഈഫ് എൽസ് എന്ന് പറയും. എന്നാൽ 3, 2ൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ എൽസ് ഈഫ് ലാഡർ, കണ്ടീഷൻ, അടുത്ത കണ്ടീഷൻ, വീണ്ടും കണ്ടീഷൻ, അവസാനം എൽസ്. ഇങ്ങനെ 2ൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ മോർ ദാൻ 2 ഓപ്ഷൻസ്, അവിടെയാണ് നമുക്ക് എന്ത് വരിക? എൽസ് ഈഫ് ലാഡർ വരിക, മോർ ദാൻ 2. സോ ലാസ്റ്റ് വൺ ഈസ് സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്? മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്ങിൻ്റെ മറ്റൊരു സെക്ഷനാണ്. സോ ലൂപ്പിൻ്റെ പാർട്ടിലേക്ക് കയറുകയാണെങ്കിൽ രണ്ടാമത്തെ പാർട്ടാണ് ഈ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ലൂപ്പ്. ലൂപ്പിൻ്റെ കേസിലാണ് 3 ടൈപ്പ് ലൂപ്പാണ്: ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. അപ്പോൾ ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് പഠിക്കണം. വൈൽ ലൂപ്പ് ഇതാ, ഡു വൈൽ ലൂപ്പ്. ഫോർ ലൂപ്പിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ആൻ എൻട്രി കൺട്രോൾഡ് ആണ്. എന്നാൽ ഇതെന്താ? എക്സിറ്റ്. ഇതും എൻട്രി കൺട്രോൾഡ് ആണ്. ഇത് മാത്രം എക്സിറ്റ് കൺട്രോൾഡ് ആണ്. എൻട്രി കൺട്രോൾഡ്, എക്സിറ്റ് കൺട്രോൾഡ്. കണ്ടോ? ഇത് എന്താ എൻട്രി കൺട്രോൾ? ബോഡിയുടെ മുകളിൽ കണ്ടീഷൻ, ബോഡിയുടെ മുകളിൽ കണ്ടീഷൻ, ബോഡിയുടെ ശേഷം കണ്ടീഷൻ ആണെങ്കിൽ ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. എക്സാമ്പിൾ പഠിക്കണം, നിർബന്ധം. ലൂപ്പിൻ്റെ 4 കമ്പണൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ, അപ്ഡേഷൻ, ബോഡി. സോ ലാസ്റ്റ് വൺ ഈസ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. 5 ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഒന്ന് ബ്രേക്ക്, ബ്രേക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പിങ്. ലൂപ്പിൽ നിന്ന് പുറത്ത് ചാടും. കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? സ്കിപ്പാവും. അപ്പോൾ അവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ട സാധനമാണ് കണ്ടിന്യൂ എന്ന് പറയുമ്പോൾ സ്കിപ്പ്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പുറമെ ചാടുക, എക്സിറ്റ് ഫ്രം ദ ലൂപ്പ്, ദ കൺട്രോൾ ഔട്ട്സൈഡ് ദ ഇമ്മീഡിയറ്റ് ക്ലോസ് ലൂപ്പ്. ഗോ ടു, ഒരു സ്ഥലത്തേക്ക് ചാടുക, ട്രാൻസ്ഫർ ടു എ പ്രോഗ്രാം കൺട്രോൾ ടു എ സ്പെസിഫിക് ലേബൽ. റിട്ടേൺ എന്ന് പറഞ്ഞാൽ യൂസ് ടു ട്രാൻസ്ഫർ ദ കോളിംഗ് ഫംഗ്ഷൻ, വിളിച്ച സ്ഥലത്തേക്ക് തിരിച്ചു പോവാം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാം, റിട്ടേൺ. എക്സിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമെ സ്റ്റോപ്പ് ചെയ്യുക, ടെർമിനേറ്റ് ചെയ്യുക. സോ ഇത്രയാണ് ഈ ചാപ്റ്ററിൻ്റെ കണ്ടന്റ്. ഇനി ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈഫ് എൽസ് ലാഡറും എൽസ് ഈഫ് ലാഡറും സ്വിച്ചും നമ്മളെ കമ്പാരിസൺ. രണ്ടും ഒരുപാട് ഓപ്ഷൻസ് വരുന്നതാണ്. മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ആണ്, ഇതും മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ആണ്. ഒന്നാമത്തെ പോയിന്റ് അവിടെ തീർന്നു. രണ്ടാമത്തെ പോയിന്റ്, എൽസ് ഈഫ് ലാഡറിൻ്റെ ഉള്ളിൽ ഈഫ് അല്ലെ റിലേഷണൽ ഓപ്പറേറ്ററും ലോജിക്കൽ ഓപ്പറേറ്ററും എല്ലാം സപ്പോർട്ട് ചെയ്യും. റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ എക്സ്പ്രഷൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. എന്നാൽ സ്വിച്ചിൻ്റെ ഉള്ളിൽ ഇക്വാലിറ്റി ഓപ്പറേറ്റർ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, എൽസ് ഈഫ് ലാഡറിൻ്റെ ഉള്ളിൽ ഇൻറ്റീജർ, ക്യാരക്ടർ, ഫ്ലോട്ട് ഒക്കെ പറ്റും. എനി റേഞ്ച് വാല്യൂസ് പറ്റും, ഇൻക്ലൂഡിങ് ഫ്ലോട്ട്. എന്നാൽ സ്വിച്ചിൻ്റെ ഉള്ളിൽ ഇൻറ്റീജറും ക്യാരക്ടറും മാത്രമേ പോസിബിൾ ആവുള്ളൂ. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ്, ഒന്നും വർക്ക് ചെയ്തില്ല. എൽസ് ഈഫ് ലാഡറിൻ്റെ അവസാനത്തെ സാധനമാണ് എൽസ്. നോ മാച്ച് ഫൗണ്ട്. ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ എൽസ് ബ്ലോക്കാണ് വർക്ക് ചെയ്യുക. എന്നാൽ സ്വിച്ചിൻ്റെ ഉള്ളിൽ ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ ഡീഫോൾട്ട് ബ്ലോക്കാണ് വർക്ക് ചെയ്യുക. നോ മാച്ച് ഫൗണ്ട്, ഡീഫോൾട്ട് ബ്ലോക്കാണ് വർക്ക് ചെയ്യുക. ഈ 4 പോയിന്റ് മാത്രം പഠിക്കുക, ഒഴിവാക്കുക. സെറ്റിലേ? സോ നെക്സ്റ്റ് വൺ,
കണ്ടീഷൻ ഓപ്പറേറ്റർ. എന്താ കണ്ടീഷൻ ഓപ്പറേറ്റർ? കണ്ടീഷൻ ഓപ്പറേറ്ററിന് ഈ ക്വസ്റ്റ്യൻ മാർക്ക് കോൾ ഇടുന്നതിനെ പറഞ്ഞ പേരാണ് കണ്ടീഷൻ ഓപ്പറേറ്റർ. കണ്ടീഷൻ ഓപ്പറേറ്റർ എഴുതുന്ന സ്റ്റൈൽ ഇങ്ങനെയാണ്. കണ്ടീഷൻ ഓപ്പറേറ്റർ എഴുതുന്ന സ്റ്റൈൽ ഇങ്ങനെയാണ്. യെസ്, ആദ്യം ഒരു കണ്ടീഷൻ പ്ലേസ് ചെയ്യും. ഒരു കണ്ടീഷൻ പ്ലേസ് ചെയ്യും. ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. ശരിയാണെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്, അതല്ല എങ്കിൽ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്. തീർന്നു. ഡൗട്ട് ഉണ്ട്? എടാ ഒരു എക്സാമ്പിൾ പിടിച്ചു വന്നാൽ എ ഗ്രേറ്റർ ദാൻ ബി ആണോ അല്ലേ? എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. ആരാ വലുത്? എ ആണ്. അപ്പോൾ സി ഔട്ട് എ. കണ്ടോ? അല്ലെങ്കിൽ സി ഔട്ട് ബി. ഇത്രേ ഉള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഓവർ. റെഡി അല്ലേ? ഇനിയിപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ റീറൈറ്റ്. കണ്ടോ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം. റീറൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റീറൈറ്റ് എന്ന് പറഞ്ഞാൽ മാറ്റി എഴുതണം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എവിടെ? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കണ്ടീഷൻ ഓപ്പറേറ്ററിലേക്ക് മാറ്റി എഴുതണം. സോറി, ഈഫ് എൽസിലേക്ക് മാറ്റി എഴുതണം. അന്നേരം ഈഫ് എഴുതും. ഇവിടെ കണ്ടീഷൻ ഏതാ? എ ഗ്രേറ്റർ ദാൻ ബി എന്നാണ്. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ഇപ്പം ഇത് എഴുതി ആണെങ്കിൽ റിസൾട്ട് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അല്ലെങ്കിൽ എൽസ് റിസൾട്ട് ഈക്വൽ ടു എ മൈനസ് ബി. എന്നാ പിടിച്ചോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ. മാർക്ക് ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ പാസ് അല്ലെങ്കിൽ ഫെയിൽ. ഇതിനെന്താക്കാം? ഈഫ് എൽസിലേക്ക് മാറ്റണം. എന്നാ പിടിച്ചോ, ഈഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ സി ഔട്ട് പാസ്. ആണെങ്കിൽ സി ഔട്ട് പാസ്. അല്ലെങ്കിൽ എൽസ് സി ഔട്ട് ഫെയിൽ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്പാരിസൺ അല്ലേ? അതാണ് ഞാൻ ഈ ഓപ്പറേറ്റർ ഇടാൻ കാരണം. അങ്ങോട്ടും വരാം. കണ്ടീഷൻ ഓപ്പറേറ്റർ എന്നിട്ട് ഈഫ് എൽസ് ചോദിക്കാം, ഈഫ് എൽസ് എന്നിട്ട് കണ്ടീഷൻ ഓപ്പറേറ്ററിലേക്ക് ചോദിക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിനെ കണ്ടീഷൻ ഓപ്പറേറ്ററിലേക്കാണ് മാറ്റാൻ ചോദിച്ചത് അല്ലേ? ഇതിനെ കണ്ടീഷൻ ഓപ്പറേറ്ററിലേക്ക് മാറ്റാൻ ചോദിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ കണ്ടീഷൻ കൊണ്ടുപോയി വെക്കുക. എൻ മോഡുലോ 2 ഈക്വൽ ടു 0 ആണെങ്കിൽ അപ്പോൾ ഇത് എഴുതി. ആണെങ്കിൽ സി ഔട്ട് ഈവൻ. സി ഔട്ട് ഈവൻ. അല്ലെങ്കിൽ സി ഔട്ട് ഓഡ്. അവിടെ തീർന്നു. സെറ്റിൽ. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ സ്വിച്ചിൻ്റെ സിൻടാക്സ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്വിച്ചിൻ്റെ സിൻടാക്സ് വളരെ സിമ്പിൾ സാധനമാണ്. സ്വിച്ച് എന്ന് എഴുതാം, ഒരു എക്സ്പ്രഷൻ എഴുതാം അല്ലേ? എക്സ്പ്രഷൻ എഴുതാം അല്ലെങ്കിൽ കണ്ടീഷൻ എഴുതാം. അതിൻ്റെ ഉള്ളിൽ എഴുതേണ്ട സാധനങ്ങളൊക്കെ എഴുതാം. കേസ് വാല്യൂ എഴുതാം, ബ്രേക്ക്. കേസ് വാല്യൂ എഴുതാം, ബ്രേക്ക്. ഡീഫോൾട്ട് അവസാനത്തെ സെക്ഷനാണ് ഡീഫോൾട്ട്. അപ്പോൾ കേസ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഇതാ 4 കീവേഡ്സ് ആണ്, 5 കീവേഡ്സ് ഈ ഒരൊറ്റ സാധനത്തിൽ. സ്വിച്ച് എന്നുള്ള കീവേഡാണ്, കേസ് കീവേഡാണ്, ബ്രേക്ക് കീവേഡാണ്, ഡീഫോൾട്ട് കീവേഡ്. 4 കീവേഡ്സ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ. റീറൈറ്റ് ചെയ്യാൻ എന്തിലേക്ക്? സ്വിച്ചിലേക്ക് മാറ്റാൻ ചോദിച്ച്. റീറൈറ്റ് ചെയ്യാൻ ചോദിച്ചാൽ ചെയ്യേണ്ട ടാസ്ക് ഇത്രേ ഉള്ളൂ. സ്വിച്ച് ഉപയോഗിക്കാം. ഇവിടെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് വാല്യൂ എന്നുള്ള സെക്ഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ സ്വിച്ച് വാൽ. എന്തൊക്കെ ഓപ്ഷൻസാണ് വരുന്നത്? കേസ്. കണ്ടോ? ഓപ്ഷൻസ് നോക്കാം. കേസ് 1 ആണ് ആദ്യത്തെ. കേസ് 1 എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? സി ഔട്ട് ആപ്പിൾ. ബ്രേക്ക്. കേസ് 3 ആണെങ്കിൽ സി ഔട്ട് എന്താ? ഓറഞ്ച്. ബ്രേക്ക്. ഇതൊന്നുമല്ല എങ്കിൽ ഡീഫോൾട്ട് സി ഔട്ട് വെജിറ്റബിൾ. ഇവിടെ ക്ലോസ് ചെയ്യും. ഇത്രേ ഉള്ളൂ. സിമ്പിൾ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിക്സ്ത് ക്വസ്റ്റ്യൻ. കമ്പയർ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. എന്താ എൻട്രി കൺട്രോൾ ലൂപ്പ്? കണ്ടീഷൻ വെച്ചിരിക്കുന്നു എവിടെടാ? ബിഫോർ ദ ബോഡി സെക്ഷൻ. എൻട്രി കയറുമ്പോൾ ചെക്ക് ചെയ്യുക. കണ്ടീഷൻ ഈസ് പ്ലേസ്ഡ് ബിഫോർ ദ എൻട്രി കൺട്രോൾ ലൂപ്പ്. എന്താ കണ്ടീഷൻ ഈസ് പ്ലേസ്ഡ്? എന്താ എൻട്രി കൺട്രോൾ ലൂപ്പ്? കണ്ടീഷൻ വെച്ചിരിക്കുന്നു ബിഫോർ ദ ബോഡി സെക്ഷൻ. കണ്ടീഷൻ പ്ലേസ് ചെയ്തിരിക്കുന്നു എവിടെ? ബിഫോർ ദ ബോഡി സെക്ഷൻ. അപ്പോൾ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കണ്ടീഷൻ വെച്ചിരിക്കുന്നു എവിടെടാ? ആഫ്റ്റർ ദ ബോഡി സെക്ഷൻ. അപ്പോൾ ഫസ്റ്റ് പോയിന്റായി. എൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഉള്ളിൽ കയറുള്ളൂ. കണ്ടീഷൻ തെറ്റിയാലോ ഉള്ളിൽ കയറും? ഇല്ല. അപ്പം നോ ഗ്യാരണ്ടി ടു എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ്. വർക്ക് ചെയ്യണം നിർബന്ധമില്ല. നോ ഗ്യാരണ്ടി, അറ്റ്ലീസ്റ്റ് വൺസ്. എന്നാൽ ഇതെന്താ? എക്സിക്യൂട്ട് ചെയ്യും നിർബന്ധമായിട്ടും. കാരണം കണ്ടീഷൻ ലാസ്റ്റേ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഇവിടെ എക്സാമ്പിൾ ഫോർ ലൂപ്പ് ആൻഡ് വൈൽ ലൂപ്പ്. ഇവിടെ ആണെങ്കിൽ ഡു വൈൽ ലൂപ്പ്. അവിടെ തീർന്നു. സോ സെവൻത് ക്വസ്റ്റ്യൻ. കമ്പയർ. കംപ്ലീറ്റ് ഉള്ള കമ്പാരിസൺ ആണ്. ആരൊക്കെ തമ്മിലുള്ള കമ്പാരിസൺ?
ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും. ഫസ്റ്റ് പോയിന്റ് നമുക്ക് തന്നെ അറിയാം, ഫോർ ലൂപ്പ് ഈസ് ആൻ എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ് അല്ലേ. വൈൽ ലൂപ്പ് എൻട്രി കൺട്രോൾ ലൂപ്പാണ്, ഡു വൈൽ ലൂപ്പ് എൻട്രി കൺട്രോൾ ലൂപ്പാണ്. ഫസ്റ്റ് പോയിന്റ് ആയി. ഫോർ ലൂപ്പിന്റെ സിന്റാക്സ് ഇങ്ങനെ ആലോചിക്കുക, ഇനീഷ്യലൈസേഷൻ അതിൻ്റെ കൂടെ തന്നെയാണ്. ഇനീഷ്യലൈസേഷൻ വിത്ത് ലൂപ്പ് ബോഡി. ഇനീഷ്യലൈസേഷൻ ബോർഡിൻ്റെ തൊട്ട് മുകളിലാണ്. ഇനീഷ്യലൈസേഷൻ ബിഫോർ ദ ഡെഫിനിഷൻ ആണ്. ഇതും ഇനീഷ്യലൈസേഷൻ ബിഫോർ ദ ലൂപ്പാണ്. നെക്സ്റ്റ് പോയിന്റ് എന്താ? അപ്ഡേഷൻ ലൂപ്പിന്റെ കൂടെ തന്നെയാണ്. അപ്ഡേഷൻ, അപ്പോൾ അടുത്ത പോയിന്റ് വേറെ കളറിൽ എഴുതാം. അപ്ഡേഷന് ലൂപ്പിന്റെ കൂടെ തന്നെയാണ്. അപ്ഡേഷൻ ഇൻസൈഡ് ദ ബോഡിയാണ്. ഇവിടെ അപ്ഡേഷൻ ഇൻസൈഡ് ദ ബോഡിയാണ്. ഇനി എൻട്രി കൺട്രോൾ ലൂപ്പിന്റെ മെയിൻ പോയിന്റ് ചെയ്താ നോ ഗ്യാരണ്ടി ടു എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ്. നോ ഗ്യാരണ്ടി ടു എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ്. ഇതെന്താ? നോ ഗ്യാരണ്ടി ടു എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ്. അറ്റ്ലീസ്റ്റ് വൺസ്. 8th ക്വസ്റ്റ്യൻ. യെസ്, കമ്പാരിസൺ. ഫോർ ലൂപ്പിനെ തന്നിട്ട് വൈൽ ലൂപ്പിലേക്ക് മാറ്റുക, വൈൽ ലൂപ്പ് തന്നിട്ട് ഡു വൈൽ ലൂപ്പ് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. നല്ല അതിമനോഹരമായിട്ട് നിങ്ങൾ അതിനെ പ്ലേസ് ചെയ്യണം. യെസ്, ഒരു ഫോർ ലൂപ്പ് തന്നണം, ആ ഫോർ ലൂപ്പിനെ വൈൽ ലൂപ്പിലേക്ക് മാറ്റി ചെയ്യാം. ഫോർ ലൂപ്പിനെ വൈൽ ലൂപ്പിലേക്ക് മാറ്റുമ്പോൾ ചെയ്യേണ്ട ടാസ്ക് ഫസ്റ്റ് ഈ ലൈൻ ഇതേപോലെ തന്നെ എഴുതാം. ഇതേപോലെ എഴുതാം. ഇൻറ്റ് പി ഈസ് ഈക്വൽ ടു 1 എഴുതാം. അതിൻ്റെ ശേഷം ഫോർ ലൂപ്പിനാണ് മാറ്റുന്നത്. അപ്പോൾ വീണ്ടും ഇൻറ്റ് n ഈസ് ഈക്വൽ ടു -5. ഇനി വൈൽ ലൂപ്പ് എഴുതാം. ഇതാ n ഈക്വൽ ടു -1 ഈ ലൈനും എഴുതി. ഇതാണ് കണ്ടീഷൻ. ഇതാണ് കണ്ടീഷൻ. എവിടെ? ഇതാണ് കണ്ടീഷൻ. ഈ കണ്ടീഷനെ കൊണ്ടുപോയി വൈലിൻ്റെ കൂടെ എഴുതാം. യെസ്, ഇതിൻ്റെ ഉള്ളിൽ എഴുതാം. എങ്ങനെ എഴുതാം? വൈൽ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇത് എഴുതി കഴിഞ്ഞു. ഇത് എഴുതി കഴിഞ്ഞാൽ p ഈക്വൽ ടു p ഇൻറ്റു n, ദെൻ n++. ഇത് രണ്ടും കഴിഞ്ഞ് വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്താണ് എന്ത് പ്രിന്റ് ചെയ്യുക? സി ഔട്ട് പി പ്രിന്റ് ചെയ്യുക. ഇതുപോലെ ഡു വൈൽ ലൂപ്പിൽ ചെയ്യാൻ പറ്റൂല. വളരെ സിമ്പിൾ സെക്ഷനാണ്, ചെയ്യാൻ പറ്റൂല. ഏതെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടാവും. നമുക്ക് ഈ ഒരു സെക്ഷനെ ഫോർ ലൂപ്പിലേക്ക് മാറ്റുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാം? സം ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് സമ്മിൻ്റെ വാല്യൂ ആദ്യം 0 ഇടാം. 4 കണ്ട, 4 i ഈസ് ഈക്വൽ ടു 0. അന്നേരം ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. എന്തൊക്കെ മാർക്ക് ചെയ്യാം? സം ഈക്വൽ ടു 0 മാർക്ക് ചെയ്തു. i ഈക്വൽ ടു 0 എഴുതി കഴിഞ്ഞു. ഇനി എന്താ? സം അല്ല, എത്ര വരെ എഴുതണം? i ലെസ് ദാൻ n. അപ്പോൾ അത് കണ്ടീഷൻ ഇവിടെ എഴുതാം. i ലെസ് ദാൻ n. അതിന് ശേഷം i ലെസ് ദാൻ n എഴുതി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? സം ഈക്വൽ ടു സം പ്ലസ് i. അത് നേരെ ബോർഡിൻ്റെ ഉള്ളിൽ എഴുതാം. സം ഈസ് ഈക്വൽ ടു സം പ്ലസ് i. ഇനിയോ i++. ഇതത്രേ ഉള്ളൂ. അപ്പോൾ ഏത് പ്രോഗ്രാമിന് ഏതിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? നമുക്ക് കഴിവുണ്ടാകണം. സോ ഞാൻ ലാസ്റ്റ് സെക്ഷൻ ഇതിനെ ഡു വൈൽ ലൂപ്പിലേക്ക് മാറ്റി അക്കോർഡിങ് ചെയ്യാം. ഇതിനെ ഡു വൈൽ ലൂപ്പിലേക്ക്, വൈൽ ലൂപ്പിനെ ഡു വൈൽ ലൂപ്പിലേക്ക് മാറ്റാൻ വളരെ സിമ്പിളാണ്. ആ വൈൽ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവിടെ ഡു നിട്ടാൽ മതി. ബാക്കിയൊക്കെ അതേപോലെ a ഈസ് ഈക്വൽ ടു 1, ബാക്കി എല്ലാം അതേപോലെ സി ഔട്ട് a++. ഒരൊറ്റ എളുപ്പവഴിയാണ്. എന്നിട്ട് ആ വൈൽ ലാസ്റ്റിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ഒരിക്കലും സാധാരണ എന്താ വൈലിൻ്റെ ഡു വൈൽ ലൂപ്പിലേക്ക് എക്സാം ചോദിക്കാറില്ല. കാരണം അത് ഡയറക്റ്റ് ആണ്, പെട്ടെന്ന് കഴിയും. 9th ക്വസ്റ്റ്യൻ ഈസ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് ചാട് ബിൽറ്റ് ഫംഗ്ഷൻ യൂസ് ടു. ഒരു ബിൽറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ 5 ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അല്ലെ, 5 ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു, റിട്ടേൺ, എക്സിറ്റ്. അന്നേരം ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അത് എക്സിറ്റ് ആണ്. എക്സിറ്റ്. വിച്ച് സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി ട്രാൻസ്ഫർ കൺട്രോൾ ഓഫ് എ പ്രോഗ്രാം ടു എ ലേബൽ. ഒരു സ്ഥലത്തേക്ക് ലേബൽ ട്രാൻസ്ഫർ എന്നുള്ള വാക്ക് കണ്ടാൽ അത് ഗോ ടു ആണ്. ഡാഷ് സ്റ്റേറ്റ്മെന്റ് പ്രോഗ്രാം കൺട്രോൾ ഔട്ട് ഓഫ് ദ ലൂപ്പ്, ലൂപ്പിന്റെ പുറത്ത് ചാടുക, ദാറ്റ് ഈസ് കോൾഡ് എക്സിറ്റ്. ദാറ്റ് ഈസ് കോൾഡ് ബ്രേക്ക്. ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, സ്കിപ്പ് എന്നുള്ള ഒരു വാക്ക് കണ്ടാൽ കണ്ടിന്യൂ. ഓക്കെ, ബ്രേക്ക് വേഴ്സസ് കണ്ടിന്യൂ എന്താ? i 1 to 10 ഇടയിൽ 5 എത്തുമ്പോൾ ബ്രേക്ക്. അപ്പോൾ എക്സിറ്റ് ഫ്രം ദ ലൂപ്പാണ്. ലൂപ്പ് നിന്ന് പുറത്ത് ചാടും അല്ലേ, എക്സിറ്റ് ഫ്രം ദ ലൂപ്പ്. അന്നേരം എന്താ വരിക? 1 വരും, 2 വരും, 3 വരും, 4 വരും. തീർന്ന്. എന്താ ഇവിടെ 1 to 10 ഇടയിൽ സ്കിപ്പാണ് യൂസ് ചെയ്ത് അല്ലേ, സ്കിപ്പാണ്. കണ്ടിന്യൂ ആണെങ്കിൽ സ്കിപ്പാണ്. അന്നേരം സ്കിപ്പ് എന്ന് പറഞ്ഞാൽ 5 സ്കിപ്പാവും. 1 2 3 4 6 7 8 9 10. ദാറ്റ്സ് ഓൾ. റെഡി അല്ലേ? അപ്പോൾ ചാപ്റ്റർ 7 കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് സെറ്റ് അല്ലേ? താങ്ക് യു.